ഏത് ഭാഷയിലായാലും സിനിമയിലെ യുവനായകരിലേറെയും ശുഭിത യൗവനത്തിൻ്റെ പ്രതിനിധികളാണ്. എന്നാൽ സിനിമയിലും പുറത്തും തീരെ ശോഭിക്കാത്ത ഒരു നായകനാണ് ഇന്ന് നേരെ ചൊവ്വയിലെത്തുന്നത്. സിനിമയുടെ ഒരു തറവാട്ടിൽ പിറന്നു വീണിട്ടും സിനിമ കൊണ്ട് തന്നെ പണവും പ്രശസ്തിയും ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ലാത്ത കുഞ്ചാക്കോ ബോബൻ എന്ന ചാക്കോച്ചൻ. ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ പിറന്നിട്ടും ഈ സിനിമയോട് താങ്കൾക്ക് ഒരു താല്പര്യം തോന്നിയില്ല. അത് ഒരുപക്ഷെ സിനിമയുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണോ? ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൽ ഒരു 90% സത്യമുണ്ട്. കാരണം ഞാൻ ജനിച്ച് വളർന്നുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഉദയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ സിനിമയുടെ ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ പോയൊരു ജീവിത സാഹചര്യമായിരുന്നു അന്ന്. ഉദയയിലൂടെയാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്കിൽ പോലും, അല്ലെങ്കിൽ സിനിമയിലൂടെയാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നെങ്കിൽ പോലും സിനിമയോട് ഒരു ആഭിമുഖ്യം, ഒരു സ്നേഹം അക്കാലത്ത് എനിക്ക് തോന്നി. ഒരുപക്ഷെ എല്ലാം നേടിത്തരുന്ന ഒന്ന് എന്നതിന് പകരം എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒന്ന് എന്ന് സിനിമയെക്കുറിച്ച് താങ്കൾ ധരിച്ചു. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ സിനിമ ആഴിയുടെ പരാജയമായിരിക്കും അതിന് വഴിവെച്ചത് ഒരു പരിധിവരെ. കാരണം അത് ഒരുപാട് ബാധ്യതകൾ നമ്മുടെ കുടുംബത്തിനുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് അസറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ലിക്വിഡ് ക്യാഷ് എന്തായാലും വേണം. ഒരു ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ എന്തായാലും വേണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന പോലെ ക്യാഷ് ഫ്ലോ വളരെ കുറവായിരുന്നു. അസറ്റ്സ് ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ ഇന്നത്തെ പോലെ അക്കാലത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു മാസം വരെ ലോകം വന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു വില എന്താണെന്ന് എനിക്ക് അക്കാലത്ത് അറിയില്ലായിരുന്നു. ഈവൻ ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പോലും, ആ ഒരു സ്ഥലം പോലും ആവശ്യമുണ്ടോ എന്ന് ഞാൻ എൻ്റെ അപ്പനോട് വളരെ ഫ്രാങ്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലോഹിതദാസിൻ്റെ കസ്തൂരിമാൻ എന്ന സിനിമയിലെ താങ്കളുടെ കഥാപാത്രം സാജൻ ജോസഫ് ആലുക്ക, അതിന് താങ്കളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ? അതിൻ്റെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രേമത്തിൻ്റെ ഒരു ആ ഒരു ലൈൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എൻ്റെ റിയൽ ലൈഫുമായിട്ട് ഈ പറയുന്ന പോലെ കസ്തൂരിമാനിലെ സാജൻ ജോസഫ് ആലുവയ്ക്ക് വളരെയധികം സാമ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ വെച്ച് സാജൻ ജോസഫ് ആലുവയ്ക്ക് ആയിരിക്കാം ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർ അതനുസരിച്ച് സ്വീകരിച്ചിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിലെ രംഗങ്ങൾ താങ്കളുടെ മനസ്സിലേക്ക് വരികയും ഇമോഷണൽ ആവുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇമോഷണൽ ആയിട്ടുള്ളത് ആകപ്പാടെ 1-2 സിനിമകളിൽ എൻ്റെ അപ്പൻ്റെ വിയോഗത്തിന് ശേഷം ഏതാണ്ട് അതേ രീതിയിലുള്ള രംഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകാറ്. അപ്പോൾ ഈ ഇടയ്ക്ക് മമ്മി ആൻഡ് മീ എന്ന് പറയുന്നൊരു ചിത്രത്തിൽ ഇതേപോലെ എൻ്റെ അപ്പനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ലാലു ചായനാണ് എൻ്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അപ്പനുമായിട്ടുള്ള ഒരു മകൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും എനിക്കൊരു ഗ്ലിസറിൻ്റെയോ ഒന്നും ആവശ്യമുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പം ഒരിടത്തൊരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിലും അപ്പൻ മരിക്കുന്ന വിവരം അറിഞ്ഞിട്ടുള്ള രംഗങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ ഗ്ലിസറിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല എന്നാണ് ഒരു എന്താ പറയുക, ഒരു വൈപ്പ്. സിനിമയിൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ രംഗങ്ങൾ വരുമ്പോൾ അത് അതേ രീതിയിൽ ഇമോഷണലായിട്ട് കഥാപാത്രം വിട്ടൊരിക്കലും ചെയ്യരുതെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ദുർബലനായ ഒരു മനുഷ്യനാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വളരെ സെൻസിറ്റീവാണ്, ഇമോഷണലാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളെ കരയുകയാണെങ്കിൽ ഞാൻ കൂടെ കരയും ചിലപ്പോൾ. അത്രയ്ക്ക് സെൻസിറ്റീവാണ് ഞാൻ. എനിക്ക് മരണ വീടുകളിൽ പോകുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ ദുഃഖം കാണുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ചാക്കോച്ചൻ എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട്, ഞാൻ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഞാൻ അത്രയ്ക്കൊന്നും അംബീഷ്യസ് അല്ല. ഇതൊക്കെ വാസ്തവമായിരിക്കാം, പക്ഷെ ഒരു മടിയൻ്റെ തത്വശാസ്ത്രമല്ലേ ഇതൊക്കെ? ഞാനൊരു മടിയനാണെന്ന് ഒരിക്കലും ആൾക്കാർ പറയില്ല. കാരണം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അതിന് 100% എഫേർട്ട് എടുക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ തന്നെ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയിട്ടാണ് വരുന്നത്. വേറെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇതൊന്നും ചെയ്യാതെ മടിയനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പോൾ ഷൂട്ടിങ്ങില്ല, സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് എനിക്ക് വീട്ടിൽ ടിവിയും കണ്ട് അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ചോറും കരിമീനൊക്കെ കഴിച്ചുകൊണ്ട് ചുമ്മാ ടിവിയും കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അതിന് വേണ്ടി ഞാനിപ്പോൾ കാണിച്ച മടിക്ക് വേണ്ടി ഞാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അധ്വാനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ അധ്വാനിക്കുന്നു. അത് വേണമെങ്കിൽ ഒരു മടിയുടെ ലക്ഷണമായിട്ട് കാണാം. സാധാരണ യുവനായകർക്ക് കാണാവുന്നതിലപ്പുറം ഒരു പക്വത
ചാക്കോച്ചനുണ്ട് എന്നാണ് എല്ലാവരും പറയുക. ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊരു വളർച്ചയ്ക്ക് തടസ്സമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരു പരിധിവരെ അതിൻ്റെ ഒരു തെറ്റുതിരുത്തലായിരിക്കാം ഈ ഒരു രണ്ടാം വരവിലൂടെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കുന്നത്. കാരണം ഞാൻ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെയാണ് നായകനായിട്ട്. ഒരു വൻ വിജയമായിരുന്നു. ഞാൻ സ്വപ്നം കാണുന്നതിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ, അംഗീകാരങ്ങൾ എനിക്ക് നേടിത്തന്ന കഥാപാത്രമാണ്, സിനിമയാണ്. പാച്ചിക്ക എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ മുഴുവൻ ക്രാഫ്റ്റും ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെ കാണാൻ സാധിക്കും. അതിനുശേഷം നക്ഷത്രത്താരാട്ട്, അതും ഒരു ഹിറ്റായ ചിത്രമാണ്. അതിനുശേഷം നിറം, അല്ലെങ്കിൽ സ്വപ്നക്കൂട്, കസ്തൂരിമാൻ, ഇതിലെല്ലാം ക്യാമ്പസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ കൂടുതലും ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്രിയം എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾക്ക് ഇപ്പോഴും അവർ പ്രിയത്തിലെ ചാച്ചൻ എന്ന് പറഞ്ഞ് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് അംഗീകാരങ്ങൾ നേടുമ്പോഴും അത് ഒരു പരിധിക്കുള്ളിൽ നിന്ന് എന്നെ പരിമിതപ്പെടുത്തുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എന്നെ ചെറുതാക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിയിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസ്, ഇപ്പം തമിഴിൽ നിന്നാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ചാൻസസ്, ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഒരു പ്രൈവസി, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ചു. അത് തമിഴ് സിനിമകൾ വേണ്ടെന്ന് വെച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിപ്പോൾ ചിലപ്പോൾ മണ്ടത്തരമാണ് എന്നെനിക്ക് തോന്നാം, പക്ഷെ അത് ഹാപ്പൻസ്. നമ്മൾ കാണിച്ച മണ്ടത്തരങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളും. ഒരുപക്ഷെ വിജയിക്കുന്ന സമയത്ത് വിജയിയെ പോലെ പെരുമാറണമല്ലോ. അതിന് പകരം താങ്കൾ വിജയിച്ച സമയത്ത് പോലും ഒരു പരാജിതനെ പോലെ പെരുമാറി എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും നല്ല സ്വഭാവം സിനിമയിൽ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്. ഇപ്പം എനിക്ക് മോശമാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ഈ പറയുന്ന ഒരു സെൽഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെൽഫ് പ്രൊജക്ഷൻ, ഒരു സെൽഫായിട്ട് നമ്മുടെ മാർക്കറ്റ് ചെയ്യുക, നമ്മൾ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുക, വേണമെങ്കിൽ ചെയ്യാം, ഈസിയായിട്ട് ചെയ്യാം, ആർക്കും ചെയ്യാം. പരിമിതികൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ പരിമിതികളെ അതിജീവിക്കാൻ നോക്കുന്നതിന് പകരം ഈ പരിമിതികളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുന്നത് എന്തുകൊണ്ട്? പരിമിതികളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകാനുള്ള കാരണം ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതം കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു ഫാമിലി മാനാണ്. എൻ്റെ കുടുംബത്തോട്, എൻ്റെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് കൂടുതൽ അറ്റാച്ച്ഡാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സിനിമയിലെ ഒരു വിജയം എന്ന് പറയുന്ന ഒരു പരിധിവരെ ഞാൻ സ്വയം മാറ്റിവെച്ച സംഭവങ്ങളാണ്. അല്ല, ഒരുപക്ഷെ താങ്കൾ വിചാരിക്കാതെ തന്നെ ചില ആളുകളെ ഉപദ്രവിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു കാമുക സങ്കല്പം ചാക്കോച്ചനെ കണ്ട പല ആളുകളും, ഒരുപക്ഷെ ചില ഭർത്താക്കന്മാർക്ക് തന്നെ അത് ശല്യമായിട്ടുണ്ടാവും, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് ഒരു നല്ലൊരു കാമുകിയും, കാമുകി തന്നെ പിന്നീട് ഒരു നല്ല ഭാര്യയുമായിട്ട് എനിക്ക് ലഭിച്ചു. അപ്പം ഞാൻ ക്വൈറ്റ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ പൂർണ്ണമായിട്ടും സന്തുഷ്ടനാണ്. Different people, one home. ManoramaOnline.com, your home